പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം അനി നൈനയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശിന് അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ, നീ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് അവളുടെ കാര്യം എടുത്തിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ മുത്തശ്ശനോട് ഇപ്പോൾ വലിയ ആത്മാർത്ഥതയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഏട്ടത്തിനോട് ഇങ്ങനെ പുറമേ ഒരു സ്നേഹമെങ്കിലും കാണിക്കൂലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം അതന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇടയ്ക്ക് എപ്പോഴും അവളോടൊരു സ്നേഹം തോന്നിയിരുന്നു, അത് അവൾ തന്നെ തട്ടിത്തെറിപ്പിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശന് ഇപ്പോൾ കുറച്ച് മനസ്സമാധാനമല്ലേ വേണ്ടത്, അതിന് ഏട്ടൻ്റെ ഇത് മാറിയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയണം. ഏട്ടൻ എന്തിനാ ഏട്ടത്തിയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും അവൾ പറഞ്ഞു എന്നൊക്കെ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഏട്ടത്തി ഇങ്ങനെ അർജൻറ്റായിട്ട് എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്, അപ്പോൾ നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന അത്ര ശരിയല്ല എന്നൊക്കെ ഇനി പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ അത് പറയുന്ന സമയത്ത് ആദർശിന് നൈനയുടെ കാര്യം പറയുന്നത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് മുത്തശ്ശൻ്റെ കാര്യമാണ് പ്രധാനം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പഴയ പടിയായിട്ട് വേണ്ടി വരില്ല ഏട്ടത്തിനെ അവിടുന്ന് തള്ളിക്കളയാനെന്നൊക്കെ പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും അതിനെങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആദർശനാണെങ്കിൽ നൈനയുടെ കാര്യം അനി ഇങ്ങനെ പറയുന്നതൊന്നും ഇഷ്ടാവുന്നൊന്നുമില്ല. ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ്റെ കാര്യമാണ് ഇപ്പോൾ നമുക്ക് പ്രധാനം, അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പഴയ പടിയായിട്ട് വേണ്ടി വരുമല്ലേ ഏട്ടത്തിൻ്റെ ഇവിടുന്ന് തള്ളിക്കളയാനെന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനാണെങ്കിൽ ആഹാരം മരുന്നൊന്നും കഴിക്കാതെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി അതുപോലെ തന്നെ ആദർശം കൂടെ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ എന്താ ആഹാരവും മരുന്നൊന്നും കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ അതൊക്കെ കഴിക്കുന്നത്, ഇങ്ങനെ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ മരുന്നൊക്കെ കഴിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അച്ഛനെ കൺസൾട്ട് ചെയ്യാൻ ഒരു ഡോക്ടർ വരുന്നുണ്ടെന്ന്, അപ്പോൾ ആരും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ ഇങ്ങനെ ആയുസ് നീട്ടി കിട്ടിയിട്ട് എന്തിനാ ഇവിടെ നടക്കുന്ന കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ നൈനമ്മളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് അവളോട് സോറി പറഞ്ഞോളാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അതും മുത്തശ്ശനോട് പറഞ്ഞോ എന്നുള്ള ഇതിലാണ് കിട്ടോ ചോദിക്കുന്നത്. മോൾ എന്നോട് നീ ഇപ്പം എന്താ ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, മോളത് എന്നോട് പറഞ്ഞു എന്നല്ലേ, പക്ഷേ അവളത് പറയാതെ മനഃപൂർവ്വം എന്നോട് മറച്ചു വെച്ചു, റേഞ്ച് കിട്ടുന്നില്ല അതൊക്കെ പറഞ്ഞ് മറച്ചു വെച്ചു. പക്ഷേ എനിക്കത് മനസ്സിലായി, നിന്നെ മരുന്നിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ റേഞ്ച് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ പിന്നീട് നീ നൈനമോളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത്. നൈനമോളുടെ ഇത് നിനക്ക് മനസ്സിലായതല്ലേ, അവൾ നിൻ്റെ കൂടെ കമ്പനിക്ക് വന്നപ്പോൾ തന്നെ 2-3 ദിവസം വന്നപ്പോൾ തന്നെ മനസ്സിലായതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി നമ്മൾ വലിയ കുടുംബക്കാരാണ്, വലിയ ബിസിനസ്സുകാരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കുടുംബത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടി ഇവിടെ കിടന്നിങ്ങനെ പുകയുമ്പോൾ ഇങ്ങനെ ഒരിതും ഈ വീടിന് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ സന്തോഷിപ്പിക്കാൻ മറ്റാരേക്കാളും അവളുടെ ഭർത്താവിന് മാത്രമേ കഴിയുള്ളൂ. പിന്നീട് അമ്മായിമ്മ പോരെന്ന് പറഞ്ഞാൽ അത് പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ ഉള്ളതാണ്, അത് ഇനിയിപ്പോൾ ആർക്കും മാറ്റാനൊന്നും പറ്റില്ല. അമ്മയുടെ കൂടെ നിൽക്കുന്ന മകനാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ അമ്മ കാണാത്തപ്പോൾ ഭാര്യനെ സ്നേഹിക്കും, ഇവിടെ അതും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടല്ല നീ അവളെ സ്നേഹിക്കേണ്ടത്, നിനക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് ദേവയാനിയോടും പറയുന്നുണ്ടായിരുന്നു നിൻ്റെ മോൻ്റെ ഭാവി നല്ലതാവണമെങ്കിൽ നീ നിൻ്റെ മരുമകളെ സ്നേഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും മിണ്ടാതെ അതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവളെ സ്നേഹിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവളോട് സോറി പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞില്ല, മുത്തശ്ശൻ ആഹാരം കഴിക്കുന്നതൊക്കെ പറയുമ്പോഴും മുത്തശ്ശന് അതിനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണാനും കൂട്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് ദേവയാനിയോടാണെങ്കിലും അങ്ങനെ ആദർശിനോടാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകാനായിട്ട് പറയുകയാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും മുത്തശ്ശൻ ഭക്ഷണം കഴിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനോട് ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ കഴിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയെങ്കിലും നമ്മൾ നമ്മളുടെ പ്രതിഷേധം അറിയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ദേവയാനി അതുപോലെ തന്നെ ആദർശം കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ നൈനനെ ഇനിയിപ്പോൾ എന്തായാലും പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളത് ആ സത്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവയാനിക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്, അച്ഛനും വാക്ക് കൊടുത്തിട്ടുള്ളതല്ലേ, ഇനി അവളെ തള്ളിക്കളയില്ല എന്ന് നീ വാക്ക് കൊടുത്തു, അവളെ സ്നേഹിച്ചോളാമെന്ന് നീ വാക്ക് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും അത് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാൻ അമ്മയ്ക്കും വാക്ക് തന്നിട്ടില്ലേ, അപ്പോൾ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, പക്ഷെ ഞാൻ ആർക്ക് തന്ന വാക്കാണ് പാലിക്കുക എന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു മൂത്തവർക്കല്ലേ നമ്മൾ ഇങ്ങനെ ഇത് കൊടുക്കേണ്ടത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ ഈ സത്യം മനസ്സിലാക്കിയതാണ് ഇപ്പം എൻ്റെ ഒരു ആശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അമ്മ വീണ്ടും ഇങ്ങനെ മനസ്സിൽ ഓരോന്നിട്ട് നടന്നേനെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ മുത്തശ്ശൻ്റെ അസുഖത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇങ്ങനെ അച്ഛൻ്റെ അസുഖത്തിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്, ആ അസുഖം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം, പക്ഷേ
ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ മുത്തശ്ശനെ കാണിച്ച ഒരു ഡോക്ടറും ഒരു ഹോപ്പും തന്നിട്ടില്ല, അപ്പോൾ ഫൈനൽ സ്റ്റേജിലാണെന്നല്ല പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അച്ഛൻ്റെ ഇതാണ് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ദേവയാനി തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നയനേനെ ഇനിയിപ്പോൾ ഇങ്ങനെ വിഷമിപ്പിക്കാനൊന്നും നീ നിൽക്കണ്ടെന്നൊക്കെ തന്നെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു. ഇനി അവളുടെ നമ്പറൊന്നും ബ്ലോക്ക് ചെയ്യരുതെന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നവ്യാണ് തെറ്റ് ചെയ്തെങ്കിലും ആ കൊള്ളം ഇങ്ങനെ നയനെ മനസ്സറിഞ്ഞുകൊണ്ട് കൂട്ടു നിന്നില്ലേ, അപ്പം അതെൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല, അവളെ സ്നേഹിക്കാനും എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ദേവയാനിയോട്. ഈ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് എനിക്കൊരു മനസ്സമാധാനം കിട്ടിയിട്ടില്ല. ഇപ്പോൾ അമ്മ സത്യം മനസ്സിലാക്കിയത് മാത്രമാണ് എൻ്റെ ഒരു ആശ്വാസം എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിക്കും ആകെ വിഷമാവുന്നുണ്ട്. പിന്നീട് അബി ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ജലജ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നയന ഒന്ന് സങ്കടപ്പെട്ടപ്പോൾ അച്ഛന് ആഹാരം പോലും വേണ്ട, അവൾ എന്ത് മന്ത്രാണാവോ അച്ഛൻ്റെ മുന്നിൽ ഇതാക്കുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മളൊന്നും ഭക്ഷണം കഴിക്കാതിരുന്ന അച്ഛനൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് അബിയാണെങ്കിൽ ഒരു 5 ലക്ഷം എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരും അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിനക്ക് എന്തിനാ ഇപ്പോൾ പണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 ലക്ഷം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ നവ്യനെ പുറത്താക്കായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, 5 ലക്ഷം അവളെ പുറത്താക്കാനാണെങ്കിൽ 5 അല്ല 10 ലക്ഷം ഞാൻ തരും, പക്ഷെ നിനക്ക് ഞാൻ തരില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ വെറുതെ കൊണ്ടുപോയി പൈസ കളയുള്ളൂ, അങ്ങനെ അത് ഒരു ഇത് എത്തില്ല, നല്ല ഗുണ്ടകളെ ഏൽപ്പിക്കില്ല, ഇനിയിപ്പോൾ അവളെ പുറത്താക്കണമെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് ജലജ പറയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നീ അറിയേണ്ട ആവശ്യമില്ല, നിന്നോട് പറഞ്ഞാൽ എല്ലാം കയ്യിൽ കൊള്ളാക്കി തരും, നീ ഒരു മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് അബീനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നീട് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നയനയുടെ അടുത്തേക്ക് ആദർശ് വന്ന് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സോറി പറയുന്നത് ഇങ്ങനെ, നീ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ നല്ല തിരക്കിലായിരുന്നു, അപ്പോൾ അതുപോലെ ഞാൻ തിരക്കായാലും നമ്പർ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യേണ്ടതെന്നൊക്കെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തിരക്കായിരുന്നു എന്ന്, ഞാനിപ്പോൾ തന്നെ ആ ബ്ലോക്ക് മാറ്റിയേക്കാന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ആ ബ്ലോക്കല്ലേ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ, നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ ബ്ലോക്ക് ഈ ജന്മം മാറാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ എന്തെങ്കിലും റെഡി ആയിട്ട് വാ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശന് ആഹാരം മരുന്നൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, ഒരു ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു, അതിന് മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ വിചാരിച്ചാൽ ഇനി മുത്തശ്ശൻ ഭക്ഷണം കഴിക്കുമോ എന്നുള്ള ഇതിൽ പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയിട്ടില്ല, ആദർശേട്ടൻ ജനിച്ചപ്പോൾ തൊട്ട് ആദർശേട്ടനെ കാണുന്ന ആളല്ലേ മുത്തശ്ശൻ, ആദർശേട്ടനോട് അത്രയ്ക്ക് ഇങ്ങനെ വിശ്വാസം ഇതൊക്കെ ഉണ്ടായിട്ടല്ലേ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറി ആദർശേട്ടനെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ കൊച്ചുമക്കളെക്കാളും മുത്തശ്ശന് ഇപ്പോൾ ഇഷ്ടം നിന്നെയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതിനെ പറഞ്ഞാലേ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ളത് ആദർശന് മനസ്സിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നൊന്നും അത്ര ശരിയല്ല നല്ല കാര്യമൊക്കെ നയന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഭാര്യ ഇങ്ങനെ ഭർത്താവിനെ വിളിക്കുന്നത് അവളുടെ കാര്യം മാത്രം പറയാനല്ല, ചിലപ്പോൾ ഭാര്യയേക്കാൾ ഭർത്താവിനെ പ്രിയപ്പെട്ടവരുടെ സന്തോഷമോ സങ്കടമൊക്കെ പറയാനായിരിക്കും. അതെന്തായാലും ശരിയായില്ല എന്ന് പറയുമ്പോൾ അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതിൽ ഇങ്ങനെ ആദർശ് സംസാരിക്കുകയും ചെയ്യാൻ കേട്ടോ. പിന്നീട് നയനയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്തേക്കാണ് കേട്ടോ നേരെ വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ വരുന്ന സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മോളെ നമ്പർ അവൻ ബ്ലോക്ക് ചെയ്തില്ലേന്ന്, എന്നിട്ട് എന്താ പറയാതിരുന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോളിങ്ങനെ എല്ലാം അങ്ങനെ മനസ്സിലടക്കി പിടിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ളത് മുഖത്തടിച്ച് പറയണം, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. ഇപ്പം വളകാപ്പിൻ്റെ അന്ന് നടന്ന കാര്യങ്ങൾ തന്നെ മോളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടല്ലേ എത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറയുകയാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദർശ് മോളെ സ്നേഹിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ മോളോട് ഒരു സ്നേഹം അവനില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചെയ്തത് അത്രയും വലിയ തെറ്റല്ലേ, ആദർശേട്ടൻ സത്യസന്ധനായതുകൊണ്ടല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആദർശിൻ്റെ കാര്യമൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്ന ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആഹാരം ഞാനാണ് ഉണ്ടാക്കിയത്, അപ്പോൾ അതെനിക്ക് വിഷമാവും, മുത്തശ്ശൻ ആഹാരം കഴിക്കാതെ ഇവിടെ ആരും കഴിക്കില്ല, പ്രത്യേകിച്ച് ഞാനെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ എന്തായാലും ഭക്ഷണം കഴിക്കാമെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് അവിടെ വന്നിട്ടുണ്ടാവും, അവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ, ആഹാരം കഴിക്കണം, അതുപോലെ തന്നെ ആ ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ അത് അനുസരിക്കുകയും വേണമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അങ്ങനെ നയനയുടെ മുന്നിൽ അങ്ങ് കീഴടങ്ങി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോൾ എനിക്കൊരു വാക്ക് തരണം, എൻ്റെ കാലശേഷം മോള് ഇവിടെ എന്ത് നടന്നാലും ഈ വീട് വിട്ട് പോവില്ല എന്നൊരു വാക്ക് എനിക്ക് തരണം, ഞാൻ ഇങ്ങനെ മരണപ്പെട്ടു പോയാലും എൻ്റെ ആത്മാവ് ഇവിടെ തന്നെ കാണും എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് കേട്ടോ.
അപ്പം എന്തായാലും മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, മുത്തശ്ശൻ ഇനിയും കൊച്ചുമക്കളുടെ കൂടെയൊക്കെ ഒരുപാട് കാലം ജീവിക്കുന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പം എന്തായാലും മോള് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഞാനും അതുപോലെ തന്നെ ആദർശവും ദേവയാനിയൊക്കെ പറഞ്ഞിട്ടും മുത്തശ്ശൻ കേട്ടില്ല. മോള് പറഞ്ഞപ്പോൾ മോളുടെ മുന്നിൽ കീഴടങ്ങിയത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എവിടെയെങ്കിലും ഞാൻ ജയിച്ചോട്ടെ മുത്തശ്ശീന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.